ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഭൂമിയിൽ എല്ലാ മതങ്ങളും പുരുഷനെയും സ്ത്രീയെയും സംയോജിപ്പിച്ച് ഒരു കുടുംബമാക്കി സമൂഹത്തിൻ്റെ മധ്യേ പ്രതിഷ്ഠിക്കുവാൻ തക്കവണ്ണം വിവാഹത്തിലൂടെ ക്രമീകരിച്ചിരിക്കുന്നു. ഏത് മതത്തിൽ നോക്കിയിരുന്നാലും, ഏത് ഭാഷയിൽ നോക്കിയിരുന്നാലും, ഏത് രാജ്യത്ത് നോക്കിയിരുന്നാലും വിവാഹമാണ് ഒരു സ്ത്രീയെയും പുരുഷനെയും കുടുംബമായി ജീവിപ്പാൻ തക്കവണ്ണം കൂട്ടിച്ചേർക്കുന്ന മഹത്തായ ശുശ്രൂഷ. മതപരമായ ചടങ്ങുകളില്ലെങ്കിൽ പോലും സമൂഹമധ്യേ പുരുഷനും സ്ത്രീയും കുടുംബമായി ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ അതിനും ഔദ്യോഗികമായിട്ട് സർക്കാർ രേഖകളിൽ അവർ ഒരുമിച്ചാകുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണം ഉണ്ടാകണം. രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചേർന്ന് പുതിയ ഒരു ജീവിതം ആരംഭിക്കുവാൻ തക്കവണ്ണം നടത്തപ്പെടുന്ന കർമ്മമാണ് വിവാഹം. സമൂഹമധ്യേ അവർക്ക് കുടുംബമായി ജീവിക്കുവാൻ തക്കവണ്ണം ലഭിക്കുന്ന അംഗീകാരമാണ് വിവാഹം. പല രീതികളിൽ പല രാജ്യങ്ങളിൽ വിവാഹ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നുണ്ട്. എന്നാൽ പരിശുദ്ധവും പരിപാവനവുമായി നൂറ്റാണ്ടുകൾ മാനവ സമൂഹം സൂക്ഷിച്ചിരുന്ന വിവാഹമെന്ന അതിപരിശുദ്ധമായ ആ കർമ്മത്തെ ആധുനിക ലോകത്തിൽ നശിപ്പിക്കപ്പെടുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് മുൻപോട്ട് പോകുന്നത്. ആധുനിക ലോകം അതിനെ നഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ പറയുമ്പോൾ, ഇന്ന് ഭൂമിയിൽ നടത്തപ്പെടുന്ന, പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്ത് നടത്തപ്പെടുന്ന വിവാഹങ്ങളിൽ ഏതാണ്ട് 60% വിവാഹമോചനത്തിൽ കലാശിക്കുകയാണ്. വിവാഹമോചനം എന്ന് പറയുന്നത് ഇന്ന് സർവ്വസാധാരണമായ ഒരു കാര്യമായി തീർന്നിരിക്കുന്നു. ഒന്നിലേറെ വിവാഹമോചനങ്ങൾ നടത്തുന്നവരെയും നമുക്കിന്ന് സർവ്വസാധാരണമായിട്ട് കാണുവാൻ കഴിയും. വിവാഹത്തിൻ്റേതായിട്ടുള്ള പരിശുദ്ധതയും പരിപാവനതയും സൂക്ഷിക്കുവാൻ തക്കവണ്ണം ദമ്പതികൾക്ക് കഴിയാതെ വരുമ്പോഴാണ് അവർ പരസ്പരം പിരിയുവാൻ തക്കവണ്ണം പെട്ടെന്ന് തീരുമാനിക്കുന്നത്. പരസ്പരമുള്ള വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ശത്രുതയുടെയും പരമകോടിയിൽ ആ വിവാഹബന്ധത്തിൽ അവർക്കുണ്ടാകുന്ന മക്കളെപ്പോലും മറന്നാണ് വിവാഹത്തിനായിട്ട് വർഷങ്ങൾക്ക് മുൻപ് സ്വയം സമർപ്പിച്ച ഈ ദമ്പതികൾ തമ്മിൽ പിരിയുവാനുള്ള വ്യവഹാരങ്ങളുമായി, നടപടികളുമായി മുൻപോട്ട് പോകുന്നത്. തങ്ങളുടെ മക്കൾക്ക് ലഭിക്കേണ്ട ന്യായമായ അവകാശങ്ങൾ അവർ കോടതികളിലൂടെ വാങ്ങുവാൻ ശ്രമിക്കുമ്പോൾ അവർ തങ്ങളുടെ മക്കൾക്ക് നൽകേണ്ട സ്നേഹമെന്ന മഹാമൂല്യം നഷ്ടപ്പെടുത്തുകയാണ്. നാം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാനീ പറയുന്നത് ക്രൈസ്തവ വിവാഹങ്ങളെക്കുറിച്ചാണ്. വിശുദ്ധ വചനം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, ഞാൻ അവന് അനുയോജ്യമായ ഒരു തുണയെ സൃഷ്ടിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്തു. ദൈവം ഭൂലോകത്തെ സൃഷ്ടിച്ചു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് മനുഷ്യൻ ഏകാഗിയായിരുന്നു. ആദാമിന് മറ്റു തുണകളില്ല. ആദാമിൻ്റെ സ്നേഹിതർ പക്ഷികളും മൃഗങ്ങളുമായിരുന്നു. അവൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും മറ്റൊരു സൃഷ്ടിയില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ഏകാന്തതയ്ക്ക് അന്തം വരുത്തുവാൻ യഹോവ തീരുമാനിച്ചു. എന്നിട്ട്
അവനോട് ഈ ഭൂതലത്തിൽ ജീവിച്ചിരിക്കുന്ന ദൈവം സൃഷ്ടിച്ച സകല ചരാചരങ്ങളിൽ നിന്നും അനുയോജ്യമായ ഒരു തുണയെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ദൈവം ശ്രമിച്ചു. എന്നാൽ ആദാമിന് അനുയോജ്യമായ ഒരു തുണയെ കണ്ടെത്തുവാൻ ദൈവത്തിന് കഴിഞ്ഞില്ല. ദൈവത്തിന് കഴിയാതിരുന്ന ഒരു കാര്യമാണ് മനുഷ്യന് ഒരു തുണയെ കണ്ടെത്തുവാൻ കഴിയാത്ത അവസ്ഥ. അപ്പോൾ അതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. മറ്റ് മൃഗങ്ങൾക്കും മറ്റ് സൃഷ്ടികൾക്കെല്ലാം ഇണകളുണ്ട്. അവയ്ക്കെല്ലാം ആ ഇണകൾ അവയുടെ സ്വന്തം സാദൃശ്യത്തിലുള്ളവയാണ്. ആണും പെണ്ണുമായിട്ട് ദൈവം സൃഷ്ടിച്ചവർക്കെല്ലാം ഉണ്ട്. പക്ഷേ മനുഷ്യന് മാത്രം അപ്രകാരം ഒരു ഇണയില്ല. അത് അവനെ ഏകാഗിയാക്കുന്നുവെന്ന് ദൈവത്തിന് ബോധ്യമായി. അതുകൊണ്ട് ദൈവം അവന് അനുയോജ്യമായ ഒരു തുണയാണ് സൃഷ്ടിക്കുന്നത്. അനുയോജ്യമായ തുണയെന്ന് പറയുമ്പോൾ അവനെ പോലെ തന്നെ ചിന്തിക്കുവാനും അവൻ്റെ പ്രകൃതിയും അവൻ്റെ ആകൃതിയും അവൻ്റെ എല്ലാവിധമായ സ്വഭാവങ്ങളും ഉൾപ്പെടുന്ന ഒരു വ്യക്തിയാണ് ദൈവം സൃഷ്ടിക്കേണ്ടത്. അങ്ങനെയാണ് ആദാമിൻ്റെ വാരിയലിൽ നിന്ന് ദൈവം ഹവ്വായെ സൃഷ്ടിക്കുന്നത്. അവന് അനുയോജ്യമായ തുണയായിട്ടാണ് അവളെ സൃഷ്ടിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, ഞാൻ അവന് അനുയോജ്യമായ ഒരു തുണയെ സൃഷ്ടിക്കും എന്ന് അരുളി ചെയ്തു. നല്ലതല്ലാത്തൊരു കാര്യത്തെ നല്ലതാക്കുവാനാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത്. താൻ സൃഷ്ടിച്ച സൃഷ്ടികളെല്ലാം നല്ലതാണ് എന്ന് ദൈവം കൽപ്പിക്കുമ്പോൾ ആദാമിൻ്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ അവൻ ഏകാഗിയായിരിക്കുന്നത് നല്ലതല്ല എന്നാണ് ദൈവം കൽപ്പിക്കുന്നത്. അങ്ങനെ അവൻ്റെ ഏകാന്തതയെ മാറ്റുവാൻ, അല്ലെങ്കിൽ നല്ലതല്ലാത്ത അവൻ്റെ അവസ്ഥയെ മാറ്റുവാനാണ് അവന് അനുയോജ്യമായ തുണയായിട്ട് ഹവ്വായെ സൃഷ്ടിക്കുന്നത്. We find that God created man. He created all animals and birds and everything. And we find that man was all alone. When God found that he was alone and that he was lonely, he thought he would give man also someone to be helping him, to be with him as his mate or as his wife. So he searched all the animals and birds and all what he had created, but he could not find an helpmeet for Adam. So we find God creating Eve from Adam itself, so that she can be an helpmeet for him, a suitable mate, helpmeet. He found that the loneliness of Adam was not good. Everything else was good. So to remove that loneliness, he did not want Adam to be alone. And actually that was the first marriage, that was the first step of family life in this world. He created her to be together with her husband. That is very important. അനുയോജ്യമായ തുണയായിട്ടാണ് ഭാര്യയെ സൃഷ്ടിക്കുന്നത്. ഭർത്താവിൻ്റെ ഏകാന്തതയെ മാറ്റുവാൻ, ഭർത്താവിനെ സഹായിക്കുവാൻ, ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ, ഒരുമിച്ച് ചിന്തിക്കുവാൻ, ഒരുമിച്ച് ജീവിക്കുവാൻ ആണ് ദൈവം ഹവ്വായെ സൃഷ്ടിക്കുന്നത്. ഇപ്രകാരം ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയെക്കുറിച്ച് ദൈവം മനുഷ്യനെയും സ്ത്രീയെയും കൂട്ടിച്ചേർത്ത് വിവാഹബന്ധം ആരംഭിച്ചതിനെക്കുറിച്ച്, അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ച് ശലോമോൻ പിതാവ് സഭാപ്രസംഗിയിൽ പറയുന്നുണ്ട്. സഭാപ്രസംഗി 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്:
ഒരുവനേക്കാൾ ഇരുവരാകുന്നു ഏറെ നല്ലത്. എന്തെന്നാൽ അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം ലഭിക്കുന്നു. ഇത് ലൗകികമായ കാഴ്ചപ്പാടാണ്. ആത്മീയമായ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യം അനേകർ ശ്രദ്ധിക്കാറില്ല. 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയിരുന്നാലും അവരുടെ മധ്യേ ഞാനുണ്ട്. ഒരാളല്ല, 2 3 പേർ. 3 എന്നുള്ളത് വിട്ടുകളഞ്ഞ് 2 അടിസ്ഥാനമായിട്ട് എടുക്കുകയാണെങ്കിൽ അത് ഭാര്യയും ഭർത്താവുമാണ്. 2 3 പേർ, ആ 2 പേര് ഭാര്യയും ഭർത്താവുമാണ്. അവർ ഒരുമിച്ച് വരികയാണെങ്കിൽ അവരുടെ മധ്യേ കർത്താവുണ്ട്. അപ്പോൾ കുടുംബജീവിതം മുൻപോട്ട് അനുഗ്രഹമായിട്ട് പോകുമ്പോൾ ദൈവം അവരുടെ മധ്യേ ഉണ്ട്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. പലപ്പോഴും കുടുംബജീവിതം പരാജയപ്പെടുന്നത് ഈ പരസ്പരം ഉള്ള ധാരണകൾ നഷ്ടപ്പെടുമ്പോഴാണ്. ഒരു കുടുംബജീവിതം യഥാസ്ഥാനപ്പെട്ട് മുൻപോട്ട് പോകുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിൽ അടിയുറച്ച അചഞ്ചലമായ വിശ്വാസമുണ്ടാകണം. ദൈവമാണ് അവരെ ചുമതലകൾ ഏൽപ്പിച്ചത് എന്നുള്ള വിശ്വാസത്തിൽ, തങ്ങളെ കൂട്ടിയോജിപ്പിച്ചത് ദൈവമാണ് എന്നുള്ള ബോധ്യത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് വിവാഹമെന്ന അതിപരിശുദ്ധമായ കൂദാശ അല്ലെങ്കിൽ കർമ്മം അത് നിലനിൽക്കുന്നത്. ആദാമും ഹവ്വയും അവരെ സൃഷ്ടിക്കപ്പെട്ടു, യോജിപ്പിക്കപ്പെട്ട ശേഷം ദൈവം അവരെ ഏദൻ തോട്ടത്തിലേക്ക് കൊണ്ടുപോയി. തന്നോടൊപ്പമാണ് അവരെ പാർപ്പിക്കുവാനായിട്ട് കൊണ്ടുപോയത്. അവിടെ അവർക്ക് 2 ഉത്തരവാദിത്തങ്ങൾ ദൈവം നൽകുകയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ ദൈവം അവർക്ക് നൽകുന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ച് കാണുവാൻ കഴിയും. അവർ തോട്ടം സൂക്ഷിക്കണം, അതിനെ കാവൽ ചെയ്യണം. അങ്ങനെ ദൈവികമായ ഉത്തരവാദിത്തങ്ങളോട് കൂടിയാണ് അവരെ ദൈവം ഏദൻ തോട്ടത്തിൽ പ്രതിഷ്ഠിക്കുന്നത്. അതോടൊപ്പം ചില നിബന്ധനകളും അവർക്ക് നൽകുന്നുണ്ട്. അവർക്ക് തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷഫലങ്ങളും ഭക്ഷിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ അവർക്ക് ദൈവം നൽകുന്ന നിബന്ധനയുണ്ട്. തോട്ടത്തിൻ്റെ നടുവിലുള്ള നന്മതിന്മകളെക്കുറിച്ച് ഉള്ള അറിവിൻ്റെ വൃക്ഷഫലം ഭക്ഷിക്കരുത്. ഭക്ഷിച്ചാൽ ആ ദിവസം നീ മരിക്കും. നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം അവർ ഭക്ഷിക്കരുത്. അപ്പോൾ കുടുംബജീവിതത്തിന് ചില നിയമങ്ങൾ ഉണ്ട്, നിബന്ധനകളുണ്ട്. കുടുംബജീവിതത്തിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പരാജയപ്പെടുമ്പോഴാണ് കുടുംബജീവിതം ശിഥിലമായി പോകുന്നത്. സോ വി ഫൈൻഡ് ഗോഡ് ക്രിയേറ്റിംഗ് Eve. Adam and Eve were joined together. The first family on earth was formed, was established, and God takes them to the Garden of Eden and gives them the responsibility to dress it and keep it. So we find, as a husband and wife, God had entrusted certain responsibilities on them. And also, He tells them they can eat from all the trees except one, the tree of life. He warned them and told them they are not to eat from the tree of life. The moment they eat, they will die. So we find that each family has a responsibility. The husband and a wife has responsibilities. And also, they have to obey the principles laid down by God. They were thrown out of the Garden of Eden.
when they disobeyed, they ate from the tree which God had forbidden. So we find when they disobeyed God, the principles of God, they were out of the Garden of Eden. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കാതെ വന്നപ്പോൾ അവർ ഏദൻ തോട്ടത്തിന് പുറത്തായി. മനുഷ്യന് ദൈവിക പ്രമാണങ്ങൾ മറക്കുമ്പോഴാണ്, ദൈവം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായിട്ട് അനുസരിക്കുവാൻ കഴിയാതെ വരുമ്പോഴാണ്, അത് പ്രമാണിക്കുവാൻ കഴിയാതെ വരുമ്പോഴാണ് വേർപിരിഞ്ഞു പോകേണ്ടി വരുന്നത്. രണ്ടു പേർ ഒരുമിച്ചുണ്ടാകുമ്പോഴുണ്ടാകുന്ന ബലവും ശക്തിയും അനുഗ്രഹങ്ങളും അവർക്ക് നഷ്ടമായി പോവുകയാണ്. വേർപിരിയുമ്പോൾ അവർ രണ്ടായി പോവുകയാണ്. മാത്രമല്ല, ദൈവം അവർക്ക് നൽകുന്ന മക്കൾ അവർ ശിഥിലമായി പോവുകയാണ്. പലപ്പോഴും ഒന്നായിരിക്കേണ്ട, ഒന്നായി തീരേണ്ട ഭാര്യയും ഭർത്താവും ഒരുപോലെ ചിന്തിക്കുവാനും ഒരുപോലെ പ്രവർത്തിക്കുവാനും ഒരുപോലെ സ്നേഹിക്കുവാനും കഴിയാതെ വരുന്നതിൻ്റെ കാരണം കൊച്ചു കൊച്ചു കാരണങ്ങളാണ്. ഭാര്യമാർ കൂടുതൽ സമത്വത്തിന് വേണ്ടിയിട്ടും നീതിക്ക് വേണ്ടിയിട്ടും ഒക്കെ വാദിക്കുമ്പോൾ, ഒരു ക്രിസ്തീയ ഭാര്യ, ഒരു ദൈവ പൈതൽ, ദൈവകൃപയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ആ ഭാര്യയ്ക്ക് ഉണ്ടാകേണ്ടത് വിധേയത്വമാണ്, അനുസരണമാണ്. എപ്പോഴും താൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒരു അനുയോജ്യമായ തുണയായി പ്രവർത്തിക്കുവാനാണെന്നുള്ള ബോധമുണ്ടാകണം. അപ്പോസ്തലനായ പൗലോസ് കുടുംബജീവിതം എങ്ങനെയാവണമെന്നതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ന് അനേക വിവാഹങ്ങൾ വിവാഹമോചനങ്ങളിലേക്ക് കടന്നു പോകുന്നത് തങ്ങളിലുള്ള സ്വാർത്ഥ നിമിത്തമാണ്. അനേക ദമ്പതിമാർ വിവാഹമോചനത്തിൻ്റെ വാക്കിലെത്തി വിലയിനെ സമീപിക്കാറുണ്ട്. ഞാൻ അവരോട് ഇംഗ്ലീഷിലെ 3 വാക്കുകൾ ഉണ്ടാകണമെന്ന് പറയും. കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമായിട്ട് ഉള്ളത് സ്നേഹമാണ്. അവരോട് ഞാൻ ചോദിക്കും, എന്താണ് കുടുംബജീവിതത്തെ നിലനിർത്തുന്നത്? അത് സ്നേഹമാണ്. സ്നേഹമെന്നാൽ എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത്? എഴുത്തുകൾ എഴുതിയാണോ, പുസ്തകങ്ങൾ എഴുതിയാണോ, മധുരമായ വാക്കുകൾ സംസാരിച്ചാണോ സ്നേഹം പ്രകടമാക്കുന്നത്? അതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ സ്നേഹത്തിൻ്റേതായിട്ടുള്ള അഭാവമാണല്ലോ വൈരാഗ്യത്തിലേക്കും വിദ്വേഷത്തിലേക്കും നയിച്ച് വേർപിരിയുവാൻ തക്കതിന് വണ്ണം തീരുമാനങ്ങളെടുക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളിലുള്ളത് സ്നേഹമല്ല. യഥാർത്ഥ സ്നേഹത്തിന് ചില മുഖമുദ്രകളുണ്ട്. വിവാഹം എന്നത് ലൈംഗികമായ ചില ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ മനുഷ്യന് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമല്ല. പ്രത്യുത അതിനേക്കാൾ വളരെ അഗാധങ്ങളായ തലങ്ങളുണ്ട്. തീർച്ചയായിട്ടും ലൈംഗികമായ കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. പക്ഷേ അത് സന്തോഷകരമായി പരിപൂർണതയിലെത്തണമെങ്കിൽ മറ്റു ചില അവിഭാജ്യ ഘടകങ്ങളിലാണ് അത് പടുത്തുയർത്തപ്പെടേണ്ടത്. I very often tell the couples who come to me with their problems that there are certain fundamental things which you should have in your family life. I ask them, what exactly is the factor that builds up your family life? And they say love. The love has certain manifestations. It's not enough to say that I love you. It's not enough to read some poems about love, some novels about love, or seeing some movies about love. Love should emancipate from each of you. Both of you should experience the love. And how that love has to be
മാനിഫെസ്റ്റഡ്. സ്നേഹത്തിനൊരു പ്രകടനമുണ്ട്. സോ ഐ ടെൽ ദം, you should have the essential 3 C's. C, the letter C. One is care. കരുതൽ. ഇണയെക്കുറിച്ചുള്ള കരുതൽ വളരെ പ്രാധാന്യമാണ് കുടുംബജീവിതത്തിൽ. ഇന്നത്തെ കാലത്ത് ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നവരാണ്. ഒരു 2-3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഭർത്താവ് മാത്രമാണ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഏറിയ കൂറ് ഭാര്യമാരും ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരു പരസ്പര കരുതലുണ്ടാകണം. യു ഷുഡ് കെയർ ഫോർ ഈച്ച് അതർ. ഒന്നാമത്തെ സി അതാണ്. രണ്ടാമതായിട്ട് കമ്പാഷൻ, ആർദ്രത ഉണ്ടാകണം. ഭാര്യ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ അവളുടെ ജോലിയെക്കുറിച്ച്, അവളുടെ വേദനയെക്കുറിച്ച്, അവളുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഒരു ആർദ്രത ഉണ്ടാകണം. ഭർത്താവിൻ്റെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കുവാൻ ഭാര്യയ്ക്ക് ആർദ്രത ഉണ്ടാകണം. The husband should have compassion on the wife. The wife should have compassion on the husband. Compassion can come only when you care. Care can come only when you love. Love is built on care, compassion, and then compromise. There may be many issues which you cannot agree together because the husband and wife are brought up in different circumstances, educational backgrounds, social backgrounds. So definitely there is bound to be a difference of opinions, but they can go forward when they make compromises. Many couples come to me because they cannot make a compromise. Each one wants to stand on their opinions alone are right. True, they may be right, but love forgives everything. Is prepared to accept. Some cannot be defeated, no. സ്നേഹത്തിന് ഒരു കോംപ്രമൈസ് ഉണ്ടാകണം. വിട്ടുവീഴ്ച, ഒത്തുതീർപ്പുള്ള മനോഭാവം ഉണ്ടാകണം. അനേക ഭാര്യ ഭർത്താക്കന്മാർ വേർപിരിയുന്നത് ഇപ്രകാരമുള്ള ഒരു ഒത്തുതീർപ്പിന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാത്തതുകൊണ്ടാണ്. തങ്ങൾ തോറ്റുപോകും, അതാണ് ഭയം. തങ്ങൾക്ക് ദൈവം ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. തങ്ങളുടെ ദുരഭിമാനം, വീട്ടുകാരും നാട്ടുകാരും അവരിൽ കുത്തിവെച്ചിരിക്കുന്ന ദുരഭിമാനത്തിൻ്റെ കോട്ടകൾ ഇരുന്നുകൊണ്ടാണ് രണ്ടുപേരും മത്സരിക്കുന്നത്. നഷ്ടപ്പെടുത്തുന്നത് അവർക്ക് ദൈവം ദാനമായി കൊടുത്ത തലമുറയാണ്. അതുകൊണ്ട് മൂന്നാമത്തെ പരമപ്രധാനമായ കാര്യം കോംപ്രമൈസാണ്, ഒത്തുതീർപ്പ് അല്ലെങ്കിൽ വിട്ടുവീഴ്ച. ഇതിനെ മുഴുവൻ നശിപ്പിക്കുന്ന മറ്റൊരു സി ഉണ്ട്, കോൺഫ്രണ്ടേഷൻ. ഈ കോൺഫ്രണ്ടേഷൻ വരുമ്പോഴാണ് അകന്നു പോകുന്നത്. പരസ്പരം അംഗീകരിക്കുവാനാവാതെ എതിർക്കുന്ന അവസ്ഥ. അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് രണ്ടുപേർ ഒരുമിച്ച് നിന്നാൽ, ദൈവം അവരുടെ മധ്യേ ഉണ്ടായാൽ അത് സാധ്യമാകും. പലപ്പോഴും ശലോമോൻ പറയുന്ന വാക്കുകൾ ആരും ഓർക്കാറില്ല. ഒരുവനേക്കാൾ ഇരുവരാകുന്നു ഏറെ നല്ലത്. എന്തെന്നാൽ അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം ലഭിക്കുന്നു. ഈ നല്ല പ്രതിഫലം ലഭിക്കുവാൻ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവ് ദൈവമേ, വിലയേറിയ സമയത്തിനായിട്ട് അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഒരേ മനസ്സോടെ, ഒരേ ആത്മാവിൽ, ഒരേ ഹൃദയത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഭയഭക്തിയോടെ ജീവിച്ച് ഞങ്ങളുടെ തലമുറകൾക്ക് അനുഗ്രഹം നേടുവാൻ തക്കതിനുവണ്ണം ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശുനാഥത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.